മാസപ്പടി കേസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ മാസപ്പടി കേസ് എന്താണ്, അതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നും പറയേണ്ടതില്ല. നമ്മൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് മറപാഠമായി കഴിഞ്ഞു എന്താണ് സംഭവിച്ചെന്നുള്ളത്. എന്തായാലും കോടികളുടെ അഴിമതിയും മാസപ്പടി വെട്ടിപ്പും നടത്തിയിട്ട് അതൊക്കെ കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന CPM-ന്റെ കള്ളത്തരവും ധാർഷ്ട്യവും അതാണ് നമ്മളിന്ന് സംസാരിക്കേണ്ടത്. സത്യത്തിൽ ജനങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് ഇവർ ഈ കള്ളത്തരം. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയായത്. CPM എന്ന് പറയുന്നൊരു പാർട്ടി തകർന്നടിഞ്ഞു പോയത്, അവർക്ക് ജനവിധി ഏറ്റവും വിപരീത അർത്ഥത്തിൽ കിട്ടിയത്, ദേശീയ തലത്തിൽ പോലും യാതൊരു പ്രാധാന്യവുമില്ലാത്തൊരു പാർട്ടിയായി അവർ മാറിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ സത്യത്തിൽ CPM-ന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ്. ഹവാല ഇടപാടുകളിലൂടെയും അഴിമതിയിലൂടെയും വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ കടത്തിയെന്ന ഗുരുതരമായ കേസിൽ വീണ വിജയൻ പ്രതിയാക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൂടിയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED നടത്തിയ വ്യാപക പരിശോധനയിൽ വീണയുടെ കൈപ്പടയിലുള്ള നിർണായകമായ ഡയറിയും ഡിജിറ്റൽ തെളിവുകളുമാണ് പിടിച്ചെടുത്തിരുന്നു. അത് തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ നിലവിൽ താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അന്നാണ് ഈ സഖാക്കളൊക്കെ വലിയ രീതിയിൽ പിണറായി വിജയനെ കേന്ദ്ര ഏജൻസി ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് EDക്കെതിരെ അതിക്രമവും വധശ്രമവും ഒക്കെ നടത്തിയത്. എന്തായാലും അന്ന് നിർണായകമായ ഡയറി, ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ED പിടിച്ചെടുത്തു. ഇതിൽ പണം കൈകാര്യം ചെയ്ത വ്യക്തികളുടെ പേരുകൾ, ചെലവഴിച്ച തുകകൾ, ദുബായിലേക്ക് കടത്തിയ തുക എന്നിവയൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 3.49 ലക്ഷം ദർഹം അഥവാ 85 ലക്ഷത്തോളം രൂപ വീണ ദുബായിലേക്ക് അയച്ചതായി ED വാർത്താക്കുറിപ്പിലൂടെ ഔദ്യോഗികമായി വ്യക്തമാക്കിയും കഴിഞ്ഞു. ഇതിനു പുറമെ ഇന്റർനെറ്റ് കോളുകൾ വഴിയുള്ള രഹസ്യ ആശയവിനിമയങ്ങൾക്കായി മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡും വൈഫൈ റൂട്ടറും ഉപയോഗിച്ചിരുന്ന തെളിവുകളും പുറത്തു വന്നു. ഇതൊക്കെ ഒഴികെ ബാക്കിയുള്ള കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തരങ്ങൾ വേറെ. ഇത്തരം വ്യക്തമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ED കഴിഞ്ഞ ദിവസം തുടരന്വേഷണവും റെയ്ഡും നടത്തിയത്. PM മുഹമ്മദ് റിയാസും അടുത്ത സുഹൃത്തുക്കളായ DYFI നേതാവ് N നന്ദുലാൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിൽ എന്നിവരുടെ വീടുകളിലേക്ക് അന്വേഷണം എത്തിയത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായല്ല, മറിച്ച് വീണയിൽ നിന്ന് ലഭിച്ച ലീഡുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇതിനെയെല്ലാം കേവലം രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് വിളിച്ച് വോട്ടർമാരുടെയും അണികളുടെയും കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് CPM ശ്രമിക്കുന്നത്. ഈ സഖാക്കളെ ഇട്ടുകൊടുത്ത്, അതായത് രാഷ്ട്രീയ പ്രേരിതമാണ്, പിണറായി വിജയനെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ തീരുമാനമാണ്, പാർട്ടി അറ്റാക്ക് ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞ് സഖാക്കളെ ഇട്ടുകൊടുത്ത് കുറേ അധികം ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അവർ 2 മാസത്തോളം ജയിലിൽ കിടന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇനിയും ആളുകളെ ഇട്ടുകൊടുത്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ സംരക്ഷിക്കുക എന്നൊരു വലിയ ഭഗീരഥ പ്രയത്നമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, പിണറായിയുടെ പേരിൽ നടത്തിയിട്ടുള്ള കൊള്ളയാണെങ്കിലും പാർട്ടി അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. പക്ഷേ വീണ വിജയന് നേരെ വരുന്ന ആക്രമണങ്ങൾ, അതായത് CPM-ന് നേരെയുള്ള ആക്രമണമാക്കുന്നത് എന്ത് ലോജിക്ക് വെച്ചാണെന്ന് മനസ്സിലാക്കുന്നില്ല. സ്വാഭാവികമായും പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ, അവർക്കെതിരെയാണ് തെളിവുകളുള്ളത്. അവർ ഏതെങ്കിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതായോ അവരൊരു ഈ നാട്ടിലെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന, പണിയെടുക്കാൻ പോകുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പിണറായി വിജയന്റെ മകളാണെന്നുള്ള പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരിമണൽ കർത്ത ഈ പറയുന്ന തുകയൊക്കെ ഇവർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്, ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള ബ്രില്യൻ്റ് ആയ ടെക്കി ആയതുകൊണ്ടുമല്ല വീണ വിജയന് ഈ സൈബർ സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി മാസപ്പടി കൊടുത്തതും. എന്നാലും ഇത്തരത്തിൽ അഴിമതിക്ക് പ്രതിരോധം തീർക്കാൻ കോഴിക്കോട് മുതലക്കുളത്ത് CPM ജില്ലാ കമ്മിറ്റി ഇന്നലെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. EDയുടെ രാഷ്ട്രീയം എന്ന വിശദീകരണ യോഗം. ഈ യോഗത്തിൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ അവഹേളിക്കപ്പെടുകയാണ്, സ്വയം അവഹേളിക്കപ്പെടുന്ന പാർട്ടിയാണ് നമ്മൾ കണ്ടത്. കനത്ത തിരിച്ചടിയും നാണക്കേടും അവർക്കുണ്ടായി. ഈ സമ്മേളനത്തിൽ പ്രധാനമായും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ പറഞ്ഞു വെച്ചത് EDയുടെ ഇപ്പോൾ നടത്തുന്ന വേട്ട അത് പാർട്ടിക്കെതിരെയുള്ള CPM-നെതിരെയുള്ള വേട്ടയാണെന്നാണ്, CPM-നെ തകർക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണെന്നാണ്. ഒന്ന് മനസ്സിലാക്കണം, 2026 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തകർന്നു പോവുകയും ദേശീയ തലത്തിൽ അപ്രസക്തമാവുകയും ചെയ്ത ഒരു പാർട്ടി അവരാൽ തന്നെ നശിപ്പിച്ച് തൊലച്ച് മുടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലുള്ള നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ED വന്ന് ഇനി എന്താണ് ഇവിടെ തകർക്കാനുള്ളത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. സ്വന്തം കോട്ടയായ കോഴിക്കോട് സംഘടിപ്പിച്ച യോഗത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ സംഭവിച്ചു. പരിപാടി കാണാൻ ആളില്ലായിരുന്നു എന്നുള്ളതാണ്. ആളില്ലാതെ കസേരകൾ കാലിയായി കിടക്കുകയായിരുന്നു. അണികൾ പോലും ഈ പാർട്ടി നിലപാടുകൾ അല്ലെങ്കിൽ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ സ്റ്റാൻഡിനോട് കടുത്ത അമർഷം കാണിക്കുന്നതിന്റെ തെളിവാണ് പരിപാടിയിൽ ആളില്ലാ കസേരകളുടെ എണ്ണം. മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഈ യോഗത്തിൽ MV ഗോവിന്ദൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മുൻ മന്ത്രിയും MLA-യുമായ PM മുഹമ്മദ് റിയാസ്, അതായത് രാഷ്ട്രീയ വേട്ടയാടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടപ്പെടുന്ന മുഹമ്മദ് റിയാസ് വേദി വിട്ട് മുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി.
അതായത് ഗോവിന്ദന്റെ പ്രസംഗവും താത്വിക അവലോകനവും ഒന്നും മുഹമ്മദ് റിയാസിന് പോലും ദഹിക്കുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്തായാലും വലിയ രാഷ്ട്രീയ നാടകമാണ് നടന്നത്. സംസ്ഥാന സെക്രട്ടറി താത്വിക വിശകലനങ്ങളിലേക്ക് കടന്നതോടെ പ്രസംഗം പകുതിയാകുന്നതിന് മുൻപ് തന്നെ റിയാസ് എഴുന്നേറ്റ് പോയി. സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ മറ്റ് നേതാക്കൾ വേദി വിട്ടുപോകുന്ന പതിവില്ല എന്നിരിക്കെ റിയാസിന്റെ ഈ പെട്ടെന്നുള്ള ഇറങ്ങിപ്പോക്ക് വേദിയിലുണ്ടായിരുന്ന മറ്റു നേതാക്കളെ വലിയ ധർമ്മസങ്കടത്തിലൊക്കെ ആക്കി. ഗോവിന്ദന് ദീർഘമേറിയതും യഥാർത്ഥത്തിന് നിരക്കാത്തതുമായ ന്യായീകരണ പ്രസംഗങ്ങൾ മടുത്താണ് റിയാസ് മുങ്ങിയതെന്ന ചർച്ചകൾ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതായത് നമുക്കൊരിക്കലും യോജിക്കാൻ സാധിക്കില്ലാത്ത, ഒരു ലോജിക്കുമില്ലാത്ത ന്യായീകരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുന്ന പാർട്ടി ശൈലിക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു എന്തായാലും ഇന്നത്തെ ആളൊഴിഞ്ഞ സംഭവം. ഇവർക്ക് കനത്ത പ്രഹരമേ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്താണെന്ന് പോലും ഇതുവരെയും മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും സാധിക്കാത്ത, അതിന്റെ ഒറ്റ കാരണം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഈ പരിവാരങ്ങളുമാണെന്ന് മനസ്സിലാക്കിയിട്ടും അതൊന്നും പുറത്തു പറയാൻ ധൈര്യമില്ലാത്ത പാർട്ടി സെക്രട്ടറിയാണുള്ളത്. അതുകൊണ്ട് ഇവരിൽ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും പിണറായിയുടെ മകൾ വീണയിലൂടെ പിണറായി വിജയനെയും ഭർത്താവ് റിയാസിനെയും അഴിമതിക്കാരാക്കാൻ ഇഡി ശ്രമിക്കുന്നുവെന്ന് ഗോവിന്ദൻ ആരോപിക്കുമ്പോഴും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. അഴിമതിയും തട്ടിപ്പും നടത്തുമ്പോൾ കാണിക്കാത്ത ജാഗ്രത പിടിക്കപ്പെടുമ്പോൾ ഇഡിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് നേതാക്കൾ നോക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയതുപോലെ പാർട്ടിയും ജനങ്ങളും തമ്മിൽ വലിയ അകൽച്ചയുണ്ട്. നാട് മുഴുവൻ ആഘോഷ അന്തരീക്ഷത്തിൽ ആയിരുന്നത് കൊണ്ടാണ്, അഥവാ ഓണാഘോഷമായിരുന്നത് കൊണ്ടാണ് ആളുകൾ കുറഞ്ഞതെന്ന് സംഘാടകർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല. അഴിമതിക്കും സാമ്പത്തിക വെട്ടിപ്പുകൾക്കും കുടപിടിക്കുന്ന നേതാക്കളുടെ നിലപാടിൽ മനം മടുത്താണ് സാധാരണക്കാരായ അണികൾ ഇത്തരം യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കോഴിക്കോട് സത്യത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ചതിന് ചില സമവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കോഴിക്കോട്, അത് പാർട്ടി കോട്ടയെ, കണ്ണൂർ കഴിഞ്ഞാൽ പാർട്ടി കോട്ടയായ കോഴിക്കോട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരം CPM ഏൽക്കേണ്ടി വന്നതുപോലും ഈ പറഞ്ഞ ധാർഷ്ട്യവും അഹങ്കാരവും വാ തുറന്നാൽ മാത്രം CPM-കാർ കള്ളത്തരം പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ പാർട്ടി അണികൾ മൊത്തം വിട്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാനാവാതെ ഓണാഘോഷത്തിന് തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ വിളിച്ച സമ്മേളനത്തിന് സഖാക്കൾ എത്തിയില്ല എന്ന ന്യായീകരണം വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല. മുൻപ് വാർത്താ സമ്മേളനങ്ങളിലും യോഗങ്ങളിലും കേട്ടിരുന്ന വെറും വാക്കുകളും താത്വിക അവലോകനങ്ങളും കൊണ്ട് ഇനി ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാവില്ല. നേതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായ അന്വേഷണം നടന്ന് സത്യം പുറത്തു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് വിരട്ടുന്ന CPM നേതൃത്വം ആദ്യം സ്വന്തം അണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. സ്വന്തം വേദിയിൽ നിന്ന് സ്വന്തം നേതാവ് തന്നെ ഇറങ്ങിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ജനങ്ങളെ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് വിഡ്ഢികളാക്കാം എന്ന ധാരണ CPM ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഹവാല ഇടപാടുകളും വിദേശത്തേക്കുള്ള പണക്കടത്തും കേവലം രാഷ്ട്രീയ ആരോപണമെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാനാവില്ലെന്നും നിയമത്തിന് മുന്നിൽ സകല അഴിമതിക്കാരും ഉത്തരം പറയേണ്ടി വരുമെന്നും അടിവരയിടുന്നതാണ് കോഴിക്കോട്ടെ ആളൊഴിഞ്ഞ കസേരകൾ. ഇനിയും ഈ പാർട്ടി ശിഥിലമാകും. എണ്ണിപ്പറയാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ബംഗാളും ത്രിപുരയും കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നു.